നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയ ഇന്ത്യക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളടക്കം പൊളിച്ച് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകി ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ. ഇന്ത്യൻ ആക്രമണത്തിൽ കനത്ത തിരിച്ചടിയേറ്റിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന അവകാശവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നുകാട്ടിയാണ് സൈന്യത്തിന്റെ മറുപടി. ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ കൃത്യമായി വിവരിച്ചത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞു. കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞ ഭീകരരിൽ ചിലർ ജീവനോടെയുണ്ട് എന്ന തരം പ്രചാരണം പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ തെളിവ് പുറത്തുവിടാത്തത് എന്തെന്ന ചോദ്യത്തിന് അവർ അവരുടെ ജനതയെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നതാകാം എന്നായിരുന്നു സൈന്യത്തിന്റെ മറുപടി. നമ്മുടെ പോരാട്ടം പാക് സൈന്യത്തോടോ ജനങ്ങളോടോ അല്ല, നമ്മെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളോടാണ്. മറ്റ് പ്രചാരണങ്ങളിൽ ഇന്ത്യൻ സൈന്യമല്ല അവരാണ് മറുപടി പറയേണ്ടതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യം വിശദീകരിച്ചും പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടും നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യവും ഉയർന്നത്. പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയോ എന്ന ചോദ്യത്തിന് പാക് ആണവായുധ സ്റ്റോറേജ് കേന്ദ്രം എവിടെയെന്ന് ഇന്ത്യൻ സൈന്യമല്ല പറയേണ്ടത്, അറിയില്ല എന്നായിരുന്നു മറുപടി. പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് ഒരു തരത്തിലും അതിർത്തി ഭേദിച്ചല്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. എന്നാൽ ഇന്ത്യയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യ ചെറുത്തത് സൈന്യം കൃത്യമായി വിവരിക്കുകയും ചെയ്തു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഓരോന്നും ഉപയോഗിച്ചായിരുന്നു പ്രതിരോധം തീർത്തത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തീവ്രവാദികൾക്കെതിരെയാണ് ഇന്ത്യയുടെ യുദ്ധമെന്ന് വ്യക്തമാക്കിയതാണെന്നും ഇതിൽ പാക് സൈന്യം ഇടപെടുകയാണ് ചെയ്തതെന്നും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഭീകരതയ്ക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ പോരാട്ടം. എന്നാൽ പാക് സൈനികർ ഭീകരർക്കൊപ്പം ചേർന്നു. പോരാട്ടം ഭീകരർക്കെതിരെ മാത്രമായിരുന്നു. ഭീകരർക്കൊപ്പം നിൽക്കണമെന്നും അത് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധമാണെന്നും പാക് സൈന്യം തീരുമാനിച്ചു. ഇതോടെയാണ് ഇന്ത്യ പാക് സൈന്യത്തിന് ശക്തമായ മറുപടി നൽകിയത്. ഇന്ത്യ ആകാശ സിസ്റ്റം അടക്കമുള്ളവ ഉപയോഗിച്ചു. പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത മിസൈലുകൾ ലക്ഷ്യം കണ്ടില്ല. അവയുടെ അവശിഷ്ടം നമ്മുടെ കൈവശമുണ്ട്. തകർന്ന പാകിസ്ഥാൻ വിമാനങ്ങളുടെ ചിത്രങ്ങളും വാർത്താ സമ്മേളനത്തിൽ സൈന്യം പുറത്തുവിട്ടു. എയർ മാർഷൽ AK ഭാരതി, ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്, വൈസ് അഡ്മിറൽ AN പ്രമോദ്, മേജർ ജനറൽ SS ശാരദ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഏത് വ്യോമാക്രമണ ശ്രമത്തെയും രാത്രിയും പകലുമില്ലാതെ ആക്രമിച്ച് തകർക്കാൻ മറ്റ് സേനകളുമായി സഹകരിച്ച് നാവികസേനയ്ക്ക് കഴിഞ്ഞു. മാക്രാൻ തീരത്ത് ഒളിച്ചിരിക്കേണ്ട സാഹചര്യം പാകിസ്ഥാന് വേണ്ടി വന്നത് നാവികസേന കടലിൽ സർവ്വസജ്ജരായിരുന്നതുകൊണ്ടാണ്. നിലവിൽ നമ്മുടെ എല്ലാ വ്യോമ പ്രതിരോധ സൈനിക സംവിധാനങ്ങളും പൂർണ്ണമായ തോതിൽ പ്രവർത്തനം തുടരുന്നു. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായി 3 സേനകളും തുടരുന്നു എന്നും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കറാച്ചിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ആക്രമണം നടത്തിയെന്ന് സംയുക്ത സേന സ്ഥിരീകരിച്ചു. അതിന്റെ ചിത്രവും പുറത്തുവിട്ടു. പാകിസ്ഥാന്റെ റഹീം യാർ ഖാൻ വ്യോമത്താവളം തകർത്തതിന്റെ വീഡിയോയും പുറത്തുവിട്ടു. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് മതിൽ പോലെ പ്രവർത്തിച്ചുവെന്നും അതിനെ തകർക്കാൻ പാക് ആക്രമണങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാക് ലക്ഷ്യങ്ങൾ തകർത്തു. 3 സേനകളും ഒരുമിച്ചാണ് വ്യോമാക്രമണങ്ങളെ സംയുക്തമായി നേരിട്ടതെന്നും അവർ വിശദീകരിച്ചു. പല തലങ്ങളിലുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങളും ഉപയോഗിച്ചു. ആകാശ സിസ്റ്റം ഇന്ത്യ ഉപയോഗിച്ചു. ഹാർഡ് കിൽ വ്യോമ പ്രതിരോധം ഉപയോഗിച്ച് പാക് ലക്ഷ്യം തകർത്തു. ലോ ലെവൽ എയർ ഡിഫൻസ് തോക്കുകൾ, ഷോൾഡർ ഫയർഡ്മാൻ പാർട്സ്, ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലുകൾ എന്നിവ ഉപയോഗിച്ചു. ലോങ് റേഞ്ച് റോക്കറ്റുകളും തകർത്തു. നേരത്തെ തുർക്കിഷ് നിർമ്മിത ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചുവെന്ന് സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. നിരവധി ഡ്രോണുകളും ആളില്ല ചെറു സായുധ വിമാനങ്ങളും പാകിസ്ഥാൻ ആക്രമണത്തിന് ഉപയോഗിച്ചു. ഇവയെല്ലാം അമേരിക്കൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ തകർത്തു.